ഭാഗത്തുനിന്ന് ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എന്നാൽ അൺഎയ്ഡഡ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലുള്ള നിർദ്ദേശം അനുസരിച്ച് 65% കൺസെഷൻ ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ KSRTC വഹിച്ചിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് വയസ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു പ്രധാന തീരുമാനം വന്നിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ സർക്കാർ സർവീസിൽ നിന്ന് ഉന്നത ജോലി കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പല ഈവനിങ് ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ വാങ്ങുന്നുണ്ട്. അവർ പോലും കൺസെഷന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു കാലമാണിത്. അവർക്ക് കൺസെഷൻ ലഭിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ സർക്കാർ ജോലി ചെയ്യുക, ശമ്പളം വാങ്ങിക്കുക, അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുക, അത് കഴിഞ്ഞ് ഈവനിങ് ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ വാങ്ങുക, എന്നിട്ട് കൺസെഷൻ അപ്ലൈ ചെയ്ത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അവർക്കും കൺസെഷൻ എലിജിബിൾ ആണ്. അവിടെ മാത്രമാണ് കാതലായ ഒരു മാറ്റം വന്നിരിക്കുന്നത്. 25 വയസ്സെന്നുള്ള ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. 25 വയസ്സ് വരെയാണ് സാധാരണഗതിയിൽ PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നിർദ്ദേശം അങ്ങനെ വലിയ വിദ്യാർത്ഥികൾക്ക് ആശങ്ക ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ വ്യത്യാസം വരുന്നുമില്ല. അടുത്ത വർഷം മുതൽ ഓൺലൈനിലൂടെ കൺസെഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്താനാണ് ഗവൺമെൻറ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലല്ല, പ്രായപരിധി വേണമല്ലോ. പ്രായം വേണ്ട. ഇതിനകത്ത് സർക്കാർ ജോലി മാത്രമല്ല, സ്വകാര്യ കമ്പനികളിലെ ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതിന് ശേഷം അവർ 55-45 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം വന്ന് ഏതെങ്കിലും സ്വാശ്രയ കോളേജുകളിൽ ഈവനിങ് കോഴ്സിന് ചേർന്നാൽ അവർക്കും കൺസെഷൻ എങ്ങനെ കൊടുക്കാൻ കഴിയും? ഇത് കൺസെഷൻ ആർക്കാണ്? അർഹതയുള്ളവർക്കാണ്. അർഹതയുള്ള എല്ലാവർക്കും കൺസെഷൻ കിട്ടും. പ്രത്യേകിച്ച് BPLകാർക്ക് എവിടെയാണെങ്കിലും കൺസെഷൻ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ ആരോപണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ആരോപണം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, അല്ല, അതിൽ ഞാൻ അത് CITUക്കാരുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഇപ്പോൾ ചില ട്രേഡ് യൂണിയൻ ഉന്നയിച്ചിരിക്കുന്ന ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു പൈസയുടെ പോലും മുടക്കം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുക്കേണ്ടിരുന്നത് ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരിയിൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം മുഴുവൻ കൊടുത്തു തീർത്തിരിക്കുകയാണ്. ഇനി ഈ മാസത്തെ ശമ്പളം കൊടുക്കേണ്ട അടുത്ത മാസമാണ്. അതും കൊടുക്കും. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ജീവനക്കാർക്ക് ആശങ്കയുടെ അടിസ്ഥാനമില്ല. പിന്നെ ടാർഗറ്റ് നിശ്ചയിക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും KSRTC മാനേജ്മെൻറ്റ് ഓരോ ഡിപ്പോയ്ക്കും ഓരോ ടാർഗറ്റ് നിശ്ചയിക്കാറുണ്ട്. ആ ടാർഗറ്റ് നിശ്ചയിക്കുമ്പോൾ യൂണിയനുകളുമായി ചർച്ച നടത്താറുണ്ട്. അങ്ങനെയുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ടാർഗറ്റുമായി ശമ്പളത്തെ ബന്ധപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ടാർഗറ്റ് തികയ്ക്കുന്നവർക്ക് മാത്രം ശമ്പളം എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം മാനേജ്മെൻറ്റ് യൂണിയനുകളുമായി ചർച്ച ചെയ്തു എന്നുള്ളതല്ലാതെ അതൊരു തീരുമാനമല്ലല്ലോ. ഇതിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ VRS കമ്പൽസറി VRS എന്നൊരു ഗവൺമെൻറ് എവിടെയെങ്കിലും തീരും? ഇടതുപക്ഷ ജനാധിപത്യയുടെ നയമല്ലല്ലോ അത്. അപ്പോൾ വാർത്തകൾ വന്നത് എന്താ? കമ്പൽസറി VRS ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു. കമ്പൽസറി VRS പോയിട്ട് VRS പോലും സ്വതന്ത്രമാണ്, ജീവനക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത് ഉത്തരവാദിത്വമുള്ള ട്രേഡ് യൂണിയനുകൾക്ക് യോജിച്ചതാണെന്നുള്ള അവർ തന്നെ ആലോചിക്കട്ടെ. ഇപ്പോൾ ജീവനക്കാർക്ക് യാതൊരു ആശങ്കയുടെയും കാര്യമില്ല. അവർക്ക് മുടങ്ങാതെ ശമ്പളം കിട്ടുന്നുണ്ട്. അവരുടെ ആനുകൂല്യങ്ങളൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അനാവശ്യമായ വിവാദമുണ്ടാക്കി, സംഘർഷമുണ്ടാക്കി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന KSRTCയുടെ പ്രവർത്തനങ്ങൾക്ക് ആരും വിഘാതം സൃഷ്ടിക്കരുത്. അത് അങ്ങനെ സൃഷ്ടിക്കുന്നത് ആർക്കും ഗുണകരമാവില്ല. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വെട്ടിക്കുറച്ച തീരുമാനം, അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. അടിസ്ഥാനരഹിതമാണ് വാർത്ത. വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷനിൽ മാറ്റമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആന്റണി രാജു വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ KSRTCയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ട്രേഡ് യൂണിയനുകളുമായി നടക്കുന്ന തർക്കങ്ങളിൽ തൊഴിലാളികൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ശമ്പളവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി തന്നെ ശമ്പളം ലഭ്യമാക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒപ്പം നിലവിൽ ഉള്ള ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ വാർത്തകളുടെ പുറകെ പോകുന്ന ഒരു നിലപാട് അത് ട്രേഡ് യൂണിയനുകൾ സ്വയം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ടാർഗറ്റ് സംവിധാനം എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നതാണ്. ഓരോ ഡിപ്പോയ്ക്കും അത് ഉണ്ടായിട്ടുണ്ട് എന്നും വ്യക്തമാക്കുകയാണ്.
ഉണ്ണി, ഈ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ആശങ്കയ്ക്ക് ഇടയില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉണ്ണി, വിവരങ്ങൾ. തീർച്ചയായും ഈ കൺസെഷനുമായി ബന്ധപ്പെട്ട് അർഹതയുള്ള എല്ലാവർക്കും കൺസെഷൻ നൽകുമെന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ KSRTC-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിരിക്കുന്നത്. കൺസെഷൻ മാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ കൺസെഷൻ മാറ്റിയിട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മൾ ഈ പ്രധാനമായും പറയുന്നത് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അർഹതയുള്ള എല്ലാവർക്കും ഇത്തരത്തിൽ കൺസെഷൻ നൽകും, അല്ലെങ്കിൽ കൺസെഷൻ രീതി എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ KSRTC-യുമായി ബന്ധപ്പെട്ട് ഈ കൺസെഷനുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അർഹതയുള്ള എല്ലാവർക്കും തന്നെ കൺസെഷൻ നൽകും. പ്രായപരിധിയിൽ മാത്രമാണ് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇത്തരത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ വരുന്നതിൽ അതിന് അടിസ്ഥാനമില്ല എന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു KSRTC-യുടെ പുതിയ നിലപാടിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് അല്ലെങ്കിൽ KSU ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തും എന്ന് തന്നെ രാവിലെ മുതൽ തന്നെ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ SFI നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടിയെങ്കിലും ആരും തന്നെ പ്രതികരണം നൽകിയിട്ടില്ല.